ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളൊരു ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലാണ്. നമ്മളിവിടെ മാർബിൾ വിരിച്ചാണ്, നല്ല മോശമായിട്ട് മാർബിൾ വിരിച്ചാണ്. അപ്പോൾ മൂപ്പരോടിനെ ചോദിച്ചു നോക്കാം, നമ്മളെ റോക്ക് സ്ലോ മാർബിൾസ് നിന്ന് മാർബിൾ വിരിച്ചു കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നോക്കാമെന്ന് ചോദിച്ചു നോക്കാം. എൻ്റെ പേര് ഞാൻ പറഞ്ഞു പ്രതീഷ്. ഓക്കെ. ഇന്ത്യൻ ആർമിയിൽ ഏത് ഇതിലെ പോസ്റ്റ് വർക്ക് ചെയ്യുന്നത്? കാശ്മീരിൽ. ഇത് പോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് ആർമിയിലെ പോസ്റ്റ്? അതിപ്പോ ഓക്കെ. പിന്നെ ഇപ്പോൾ ലീവിലാണ്? അപ്പോൾ ലീവിലാണ്, പോവാനായി. നാളെ പോകാന്നല്ലേ പറഞ്ഞ്. നമ്മള് പോണതിന്റെ മുമ്പ് എത്താൻ പറ്റുമോ നോക്കി ഇങ്ങനെ നിന്നാ. പിന്നെ എന്താ മാർബിൾ വിരിച്ചിട്ട് എക്സ്പീരിയൻസ്? മാർബിൾ വിരിച്ച്, അതായത് നമ്മള് ഒരുപാട് അന്വേഷിച്ചിട്ട് ലാസ്റ്റാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഈ എത്തുന്ന സമയത്ത് നമുക്ക് കൺഫേം ചെയ്യുന്ന ഒരു പ്രതീക്ഷയായിരുന്നു. ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വീട് പണി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇതില്ല, എല്ലാവരും ഒരു തവണ ചെയ്യുമോ. അപ്പൊ ഒരു പ്രതീക്ഷയായിരുന്നു നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്. പിന്നെ നിങ്ങളെ കുറിച്ച് നമ്മളെ കുഞ്ഞാപ്പൂണ്ടായിരുന്നു അറിയുണ്ടാവും. ഓക്കെ. ഇവിടെ ഏരിയയിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞാപ്പൂവിന്റെ വീട്, അതേപോലെ കുഞ്ഞാപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തൊട്ടടുത്ത വീട് വർക്ക് എടുത്ത ആളാണ് കേട്ടോ. നമ്മൾ സുഹൃത്തും കൂടിയാണ്. മൂപ്പരെ അനിയൻ്റെ വീട്, അനിയന്മാരുടെ വീട്, അനിയന്മാരുടെ വീട്, അതേമാതിരി മൂപ്പരെ നൈബേഴ്സ്, ഒരുപാട് ആൾക്കാർ കൂടി നമ്മൾ ഈ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പണ്ടിക്കാട് കാരായ ഭാഗത്ത് തന്നെ ഒരു 20 വീടിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പൂ തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് റെഫർ ചെയ്തത്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടിയോ മാർബിൾ വെച്ചിട്ട്? അതിലേറെ ഒരുപാട് പ്രതീക്ഷിച്ചതിൽ അധികം കിട്ടി. കാരണം ഇത് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഡിസൈനും കാര്യങ്ങളൊന്നും നമ്മൾ ഒരു പക്ഷേ ഓർത്തിട്ട് പോലുമില്ല ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നില്ല ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇത് വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് അത് ഇങ്ങനൊരു ഡിസൈൻ ഇതിലുണ്ടോന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ഡ്യൂട്ടിയിലുള്ള സമയത്തും എനിക്ക് വീണ്ടും വിളിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം നീ വർക്ക് എടുത്ത് ചെയ്യുമ്പോ അതിന്റെ റെസ്പെക്റ്റില് ചെയ്യുന്നുണ്ട്. നമ്മള് വിളിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. വർക്കേഴ്സിന്റെ കേസിൽ നമുക്ക് പിന്നെ ഇതുവരെ സ്വന്തം വീട് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, വർക്കേഴ്സിന്റെ അടുത്ത് പറയും കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. നമ്മളെ വർക്കേഴ്സ് പിന്നെ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ആണ്. നമുക്ക് കൂടുതൽ ഇപ്പൊ എനിക്കാണെങ്കിലും എനിക്കും കൂടുതൽ ടെൻഷൻ വരില്ല. വീട്ടുകാർ ആരാണോ അവർക്ക് ഇതിന്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല. നമ്മളോട് എല്ലാവരും പറഞ്ഞൊരു അവസ്ഥയാണ്, വർക്കേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്താൽ വർക്ക് അത് തീർത്തുകൊണ്ട് തന്നോളും. നമ്മളതേമാതിരി വർക്കേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു 3-4 പ്രാവശ്യം പോകേണ്ടി വരും. അത്രേ ഉള്ളൂ. അതൊരു ഫോർമാലിറ്റി. ഇതെന്തെങ്കിലും ഒട്ടിക്കാൻ ബാക്കിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരുന്നല്ലാതെ നമുക്ക് അവരെ വിളിച്ചിട്ട് ഓൺ ചെയ്ത് ശരിയായില്ല അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ട് പിടിച്ച്. സാധാരണ ഒരു വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ തല അത്രയും പുകയും. കാരണം മാർബിളിന്റെ വർക്ക് പ്രത്യേകിച്ച് ഏറ്റവും റിസ്കിന്റെ വർക്ക്, ഫ്ലോറിംഗിലെ ഏറ്റവും റിസ്കിന്റെ വർക്ക് മാർബിളിന്റെ വർക്കാണ്. ഇതിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ പാടെ നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷനേ വരില്ല. നമ്മൾ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സമയത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് ഇങ്ങനെ ഇതുണ്ട്. പക്ഷെ ഇതിന്റെ വർക്ക് കഴിഞ്ഞപ്പോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. അത് ആ സമയത്ത് തന്നെ അവര് അവരുടെ സംസാരിച്ച വർക്കേഴ്സ് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഇടയ്ക്ക് വിളിക്കുമ്പോ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ അവര് പറഞ്ഞത് നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി, ഇപ്പൊ ഒന്നും നോക്കണ്ട. അതെ, ഇത് വിരിക്കുന്നതിന് മുമ്പ് വിരിക്കുമ്പോൾ ഒന്നും ഐഡിയ കിട്ടൂല. ഇത് വിരിച്ച് കഴിഞ്ഞ് ഇതിന്റെ ജോയിന്റ് കാറ്റും പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ ആദ്യം വിരിച്ചപ്പോഴേ എല്ലാവരും എന്നോട് ചോദിച്ചിന് പക്ഷേ ഉഷാറാവൂലേ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചില്ല. അപ്പൊ ധൈര്യമായിട്ട് നിന്നോളെ, ഒരു കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞേ. നിങ്ങൾ തരുന്നൊരു വാക്കിലൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ അതിൽ പേടിക്കാല്ല. പോളിഷിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് നിങ്ങൾ ചോദിച്ചാൽ പൊളിഞ്ഞു പോലെ എന്താ അതിന്റെ അവസ്ഥ. പക്ഷെ അത്രയും ഞങ്ങളോട് നേരിട്ട് കാണുമ്പോ ചോദിക്കണം കരുതി. ഇപ്പൊ പറഞ്ഞു തന്നായി അങ്ങനെ പറഞ്ഞു തന്നത്. ഈ പോളിഷ് പൊളിഞ്ഞു പോരെന്ന് പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്. പക്ഷെ അത് അന്വേഷിച്ചപ്പോൾ മാർബിൾ അല്ല. ആ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ചില മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസിലും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ചില ഗ്രാനൈറ്റിന് അങ്ങനെ ഒരു പൊളിഞ്ഞു പോരുന്ന ഇഷ്യൂസ് വരലുണ്ട്. പെട്ടെന്നില്ല, കുറച്ച് ഒരു 3 വർഷം 4 വർഷം കഴിയുന്ന സമയത്ത്. ഈ മാർബിളിന് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവില്ല. പിന്നെ പറ്റ ചീപ്പ് റേറ്റിന്റെ ഒക്കെ എടുക്കുമ്പോൾ ചില സ്ഥലത്ത് പിൻ ഹോൾസ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ കാണലുണ്ട് എന്നല്ലാതെ അത് പിന്നീട് വരുന്നതല്ല, ഉള്ള ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കത് കാണാൻ പറ്റും. മാർബിൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ കാണാൻ പറ്റും. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പൊളിഞ്ഞു പോരാ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും മാർബിളിന് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും
ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞാപ്പൂന്റെ അനിയന്റെ കാര്യം പറഞ്ഞത് ചെറിയാപ്പൂ, അവന്റെ ഹൗസ് വാമിംഗ് ഒന്നുമില്ലല്ലേ, ആ സമയത്ത് അവിടെ ചെന്നപ്പോഴും ഇതുപോലെ നല്ല ക്ലിയർ ആണ് മാർബിളും കാര്യങ്ങളും. അതെ അതെ, അവിടെ നമ്മള് ടൊറന്റോ തന്നെ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ വർക്ക് നടക്കുന്ന സമയത്താണ് ഒരു മങ്ങിയ ടൈപ്പ് അതിന്റെ കംപ്ലീറ്റ് ഒരു രൂപം തന്നെ മൊത്തമായിട്ട്. ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ചളിക്കളർ വെച്ചിട്ടുണ്ട്, ആ കല്ല് അങ്ങനെയാണ് കളർ വന്നില്ല. അത് വിരിച്ച ഡിസൈൻ ഒത്തു വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ അവിടെ ഹൗസ് വാമിങ്ങിന്റെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളത് വിരിച്ചിട്ട് നമ്മളെ നൈബേഴ്സും റിലേറ്റീവ്സും ഒക്കെ എന്താ പറഞ്ഞു, ചേച്ചിയാണല്ലോ അത് കൂടുതൽ കേൾക്കുക, വീട്ടിലുള്ള ആൾക്കാര് നന്നായിട്ടുണ്ട്. ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് കൂടുതൽ അഭിപ്രായങ്ങൾ എങ്ങനെ വന്നിനെ? അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്ന് നിങ്ങൾക്കൊരു വാക്ക് തന്നീനു, ഇത് വിരിച്ച് ഹൗസ് വാമിങ്ങിന്റെ അന്ന് ഒരു 3 ആളെങ്കിലും ഇത് എവിടുന്ന് എടുത്തു എന്ന് ചോദിക്കും. കാരണം ചോദിച്ചിട്ടില്ല, എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അത് അന്ന് അത്രയും തിരക്കായിട്ട് പോലും ഇതിന്റെ ഒരു ഇത് കണ്ടിട്ട് എല്ലാരും വന്ന് കയറി വെക്കി, എല്ലാം കണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തന്നൊരു വാക്കാണ്. കാരണം ഇത് വിരിച്ചു കഴിഞ്ഞാല് ഇതെന്താണ് വരിക എന്ന് എനിക്ക് ശരിക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഉറപ്പ് തന്നത്. ഇത് വിരിച്ചു കഴിയുമ്പോൾ ഒരു 3 പേരെങ്കിലും നിങ്ങളോട് ഇത് ഏത് ഷോപ്പിൽ നിന്ന് എടുത്ത് എന്നൊരു ചോദ്യം 100% വരും. കാരണം ഈ ഒരു മെറ്റീരിയലൊക്കെ ക്വാളിറ്റിയും ഇതിന്റെ ഡിസൈനും അങ്ങനെയാണ്, ഈ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ജോയിന്റ് പെട്ടെന്ന് എടുത്ത് കാണിക്കൂല. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ ജോയിന്റ് ഒന്നും പെട്ടെന്ന് എടുത്ത് കാണിക്കൂല. അത് ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ 100% ഉറപ്പ് വന്നത്. ഇത് ആരെങ്കിലും ഇതിനെ കുറിച്ച് ചോദിക്കും, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ വരുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ റേറ്റ് കാര്യങ്ങള്. പിന്നെ ചില ആൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്നവര് ഇതിന്റെ പേര് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ചോദിച്ചു ഏത് മാർബിൾ എവിടെ എടുത്ത്. ഇപ്പൊ ഇനി നമ്മളെ വീഡിയോ കണ്ട് നമ്മ ഷോപ്പിക്ക് റോക്സ് ലോൺക്ക് വരുന്നുണ്ട് ആ നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാല്ലേ? ഒന്ന് ക്യാമറ നോക്കി പറഞ്ഞു. എന്താ പറയാനുള്ള വെച്ചാല് തീർച്ചയായിട്ടും അവിടുന്ന് നിങ്ങൾക്ക് സാധനം എടുക്കുക, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മള് ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് നന്നാവോ ഇല്ല എന്നുള്ള കണ്ടീഷനിൽ. അപ്പം അങ്ങനത്തെ ടെൻഷൻ വേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് സെലക്ട് ചെയ്യുക. ഏത് സാധനങ്ങളും അവരെന്നെ നോക്കിയിട്ട് തരുള്ളൂ. അവർ ഒരു ബാഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ അവർ അതിനെക്കുറിച്ച് പറയും, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇത്ര ഇതിന് എമൗണ്ട് വരുന്നത് എന്നുള്ളത്. നല്ലതിൻ്റെ കാര്യങ്ങൾ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ പറയുന്ന അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിന് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വർക്ക് കൊണ്ട്. പക്ഷെ എടുക്കുന്നതിന് മുന്നേ ചെറിയൊരു പേടിയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പം ഇല്ല. ഇത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.